സിനിമാ സെറ്റിൽ തനിക്കുണ്ടായ ദുരനുഭവം കഴിഞ്ഞ ദിവസമാണ് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയത്. അതിനുശേഷം അവർ സംഘടനകൾക്ക് പരാതി നൽകിയിരുന്നു. പരാതി നൽകിയതിനു ശേഷം ആദ്യമായി പ്രതികരിച്ചത് 24-നോടാണ്. സിനിമാ ചിത്രീകരണം തടസ്സപ്പെടാതിരിക്കാനാണ് നടനെതിരെ പരാതി നൽകാൻ വൈകിയത് എന്നാണ് വിൻസി അലോഷ്യസ് 24-നോട് പറഞ്ഞത്. ലഹരി ഉപയോഗത്തിൽ ശക്തമായ നടപടി വേണം, സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗം അവസാനിപ്പിക്കണമെന്നും മാന്യമായ പെരുമാറ്റം ഉറപ്പാക്കണമെന്നും വിൻസി അലോഷ്യസ് 24-നോട് പറഞ്ഞു. വിവിധ സിനിമാ സംഘടനകൾ തന്നെ ബന്ധപ്പെട്ട് പിന്തുണ അറിയിച്ചിരുന്നുവെന്നും വിൻസി അലോഷ്യസ് പറഞ്ഞു. ഈ ഒരു വ്യക്തിയെ പേര് പറഞ്ഞിട്ടോ ഈ വ്യക്തിയെ ആൾക്കാർക്ക് മുന്നിൽ ഇട്ട് കൊടുത്തിട്ടോ എനിക്ക് ഒന്നും ആവണ്ട, അല്ലെങ്കിൽ എനിക്ക് സിനിമ സെറ്റിൽ ഈ ഉപയോഗവും മാന്യമായ പെരുമാറ്റവും നിർബന്ധമാവണം. അതൊരു മിനിമം അല്ലേ, മിനിമം ആണെന്ന് വെച്ചാൽ നമുക്ക് മാന്യമായി ജോലി ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്. ബാക്കി പേഴ്സണൽ ലൈഫിൽ ഉപയോഗങ്ങളുണ്ടാവും, പലതും ഉണ്ടാവും. എനിക്ക് എൻ്റെ നിലപാടിൽ ഞാൻ ഉപയോഗിക്കില്ല എന്ന് പറയാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. ബാക്കിയുള്ളവർ ഉപയോഗിക്കാതിരിക്കുക, നിയമത്തിൻ്റെ കീഴിലാവുക, പിടിക്കപ്പെടുക ഒക്കെ അത് അവരുടെ ലൈഫും ഹെൽത്തും എന്നൊക്കെ പറയുന്നത് അവരുടെ ഭാഗമാണ്. എനിക്ക് എൻ്റെ ജീവിതം മാത്രമാണ് ഒരു കോൺസെപ്റ്റ് ആയിട്ടുള്ളത്. അവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഭയമില്ലെന്നും വിൻസി അലോഷ്യസ് പറഞ്ഞു. എനിക്ക് വലിയ പേടിയൊന്നും ഇപ്പം ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ആ പരാമർശം പറയത്തില്ല. എനിക്കത് പറയണം എന്നുണ്ടായിരുന്നു. ഇതിനു മുന്നേ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് സിനിമകളുടെ അവസരം വളരെ കുറവാണ്. മാത്രമല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ പല കാര്യങ്ങളിലും ഇൻവോൾവ് ആയിട്ടുള്ള ഒരാളാണ്. സിനിമ മാത്രമല്ല, സിനിമ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് പണിസ്ഥലം എന്നും അഭിനയിക്കാൻ ഇഷ്ടമാണ്. അതിൽ കുറേ കുറവുകളുള്ള ആളാണ്. അപ്പം എനിക്ക് എന്താ പറയുക, ഈയൊരു മേഖലയിൽ എനിക്ക് വേറെ പണി ഇപ്പം തൽക്കാലം അറിയില്ല, പണിയെടുക്കാൻ എനിക്ക് പറയില്ല. അപ്പം അതുകൊണ്ട് ഈ മേഖലയിൽ തുടരാൻ ആഗ്രഹമുണ്ട്. പിന്നെ അവസരങ്ങൾ എനിക്ക് കുത്തിനെ പിടിച്ച് ചോദിച്ചു വാങ്ങാനൊന്നും പറ്റില്ല. അവരാഗ്രഹിച്ച് അവർക്ക് എന്നിൽ വിശ്വാസമുണ്ടെങ്കിൽ മാത്രമാണ് അവസരങ്ങൾ എനിക്ക് തരിക. അപ്പോൾ ആ അവസരങ്ങൾ വരുന്നവരെ വെയിറ്റ് ചെയ്യും. കൊല്ലത്തിൽ ഒന്ന് വന്നാലും ഞാൻ ആ പണി എടുക്കുന്നു എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ടാവും. അപ്പം എനിക്കങ്ങനെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയൊന്നുമില്ല. എനിക്ക് വരേണ്ടത് എനിക്ക് തന്നെ വരും, വന്നു ചേരും. എനിക്ക് എന്നിൽ നിന്നും പോകേണ്ടത് എൻ്റെ കയ്യിൽ നിന്നും പോവും എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, വളരെ ശക്തമായ നിലപാടാണ് വിൻസി അലോഷ്യസ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്കറിയാം, ഇത് ആദ്യമായിട്ടൊന്നുമല്ല. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗം ഇതിനു മുൻപും വാർത്തയായതാണ്. പല താരങ്ങളുടെയും പേര് കേട്ടതാണ്. കേസുകൾ വന്നിട്ടുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റിനെതിരെയൊക്കെയുള്ള കഞ്ചാവ് പിടികൂടിയതും ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. പക്ഷേ അപ്പോഴും ഇതൊക്കെ ഈ സംഘടനകൾ ഇതിങ്ങനെ നടപടി ഉണ്ടാകുമെന്ന് പറയുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ വിൻസി ഇപ്പോൾ പ്രതീക്ഷയിലാണ്. പക്ഷെ അപ്പോഴും ഈ പേര് വെളിപ്പെടുത്തുന്നതിനോടൊന്നും അവർക്ക് താല്പര്യമില്ല എന്ന് പറയുകയാണ്. എങ്ങനെയാണ് ഇതിനെ ആകെ ഇപ്പോൾ ഈ ഉണ്ടായിരുന്ന സംഭവവികാസങ്ങളെ അവർ നോക്കിക്കണ്ടത്? അനുജ, തനിക്ക് ഒറ്റയ്ക്കൊരു നീതിയല്ല, സിനിമാ മേഖലയിൽ ഒരു മാറ്റം വേണം. അതിനുവേണ്ടിയാണ് തൻ്റെ ഈ ഉറച്ച ശബ്ദം എന്നുള്ള നിലപാടെടുക്കുകയാണ് വിൻസി അലോഷ്യസ്. കാരണം തനിക്ക് നീതി എന്ന് പറയുമ്പോൾ തൻ്റെ സിനിമാ മേഖലയിലുള്ള സംഘടനകളൊക്കെ തന്നെ ഇപ്പോൾ തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഫോൺ വിളിച്ചിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഇതിലൊരു നടപടി ഉണ്ടാകുമെന്നുള്ള ഉറപ്പും നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ വേണ്ടത് ഒരു വലിയ രീതിയിലുള്ള ഒരു മാറ്റമാണ്. കാരണം ലഹരി ഉപയോഗിച്ചുകൊണ്ട് സിനിമാ സെറ്റിൽ വരാതിരിക്കുക, അത് മറ്റുള്ളവരോട് മാന്യമായി പെരുമാറുക എന്നുള്ളത് ഏറ്റവും ചെറിയ ഒരു കാര്യം തന്നെയാണ്. അതൊരു മിനിമം മര്യാദയാണ്. അതുപോലും ലഭിക്കുന്നില്ല എന്നുണ്ടായപ്പോഴാണ് താൻ ശബ്ദം ഉയർത്തിയത്. ഒപ്പം തന്നെ ഈ സിനിമാ സെറ്റിൽ വിൻസിക്ക് മാത്രമല്ല സഹപ്രവർത്തകയ്ക്കും വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. ആ കുട്ടി പേടിച്ച് ഇത് പറയാതിരിക്കുകയായിരുന്നു. ഇത്ര വലിയൊരു നടനെതിരെ എങ്ങനെ സംസാരിക്കും എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. വിൻസി അവരോട് 2 വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ആ സഹപ്രവർത്തക പക്ഷേ ഒന്നും പകച്ചു നിൽക്കുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും ഇത്തരത്തിൽ പേടിച്ച് മാറി നിൽക്കുന്ന ആളുകൾക്കിടയിലാണ് വിൻസി വ്യത്യസ്തമാവുന്നതും ആ ഒരു ഉറച്ച ശബ്ദം പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ അതിൽ നടപടി ഉണ്ടാകുമെന്നുള്ളത് സംഘടനകൾക്ക് തീരുമാനമെടുക്കേണ്ടി വന്നത്. കാരണം ഇതൊന്നും തന്നെ സംഘടനകൾക്ക് അറിയാത്ത കാര്യമല്ല. ഇതൊക്കെ തന്നെ ഒരു പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇപ്പോഴെല്ലാവരും നടപടിയെടുക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിയമപരമായിട്ട് മുന്നോട്ട് പോകും ഇല്ല എന്നുള്ളതാണ് വിൻസി പറയുന്നത്. സിനിമാ മേഖലയിലെ ഇന്റേണലായി തന്നെ ഇതിലൊരു നടപടിയെടുക്കേണ്ടതാണ്. കാരണം ഒരു ഇത്തരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു രക്തമെടുത്താൽ പോലും അറിയാവുന്ന ചെറിയ ഒരു കാര്യമാണ് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആ രീതിയിലുള്ള ഒരു നടപടി വേണമെന്നുള്ളതാണ് വിൻസി ആഗ്രഹിക്കുന്നതും പറയുന്നതും. അതെ, അത്തരം നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയാണ് നമുക്ക് സംശയം ഉണ്ടാക്കുന്ന കാര്യവും. ഏതായാലും ഇതിൽ വ്യക്തിപരമായി നിലപാടെടുക്കണമെന്ന് കൂടി വിൻസി പറയുന്നുണ്ട്. ഇത്തരക്കാർക്കൊപ്പം അഭിനയിക്കില്ല എന്ന വ്യക്തിപരമായി സധൈര്യം നിലപാടെടുക്കണം എന്നുകൂടി അവർ ആവശ്യപ്പെടുകയാണ്. നമ്മൾ തിരികെ എത്തും ഇടവേളയ്ക്ക് ശേഷം.